വാണിജ്യ പാചകവാതകത്തിന് സബ്സിഡി അനുവദിക്കുക, തടസ്സമില്ലാതെ ഇന്ധന ലഭ്യത ഉറപ്പാക്കുക, അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിച്ച് ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുക എന്നിവയാണ് ഹോട്ടൽ ഉടമകളുടെ ആവശ്യം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ-ഇറാൻ യുദ്ധം രൂക്ഷമായതോടെയാണ് LPG വിലയിൽ വൻ വർധനവുണ്ടായത്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ വില 3000 രൂപ കടന്നു. 5 കിലോയുടെ സിലിണ്ടറുകൾക്ക് 261 രൂപ കൂടി. യുദ്ധം തുടങ്ങിയ ശേഷം ഇത് 3ാം തവണയാണ് വില കൂട്ടുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി ഏകദേശം 344 രൂപയോളം നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ധനവില കുതിച്ചുയർന്നതോടെ ഹോട്ടലുകൾ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ലെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. ഇത് ഭക്ഷണ സാധനങ്ങളുടെ വില കൂട്ടാൻ നിർബന്ധിതരാക്കുമെന്നും ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും KHRA ചൂണ്ടിക്കാട്ടി. യുദ്ധത്തെ തുടർന്ന് ഇന്ധന ലഭ്യതയിൽ കുറവുണ്ടായതും വിതരണത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ഹോട്ടൽ മേഖലയെ ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുവാൻ അസോസിയേഷൻ തീരുമാനിച്ചത്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ നിലവിൽ മാറ്റമില്ലാത്തത് സാധാരണക്കാർക്ക് താൽക്കാലിക ആശ്വാസമാണ്.